എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കണ്ടിന്യൂറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. എക്സാം അടുത്ത് വന്നിരിക്കുന്നുണ്ട്. കണ്ടിന്യൂറ്റിയുടെ കുറച്ച് പ്രോബ്ലംസ്, ലെക്ചേഴ്സ് കണ്ടിന്യൂസ്, അതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുറച്ച് പ്രീവിയസ് പ്രോബ്ലംസും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കണ്ടിന്യൂറ്റിയിൽ നിന്നും യൂണിഫോം കണ്ടിന്യൂറ്റിയിലേക്കുള്ള വ്യത്യാസം example ഉപയോഗിച്ച് പറയുന്നതിന് മുമ്പ് just understand the definition. A function f from a to r is uniformly continuous on a if for every epsilon greater than 0 there exists a delta greater than 0 such that for all x comma y belongs to a mod x minus y less than delta implies mod f of x minus f of y less than epsilon. കണ്ടിന്യൂറ്റി നമ്മൾ പറയുന്നത് ഒരു പോയിന്റിലാണ്. ഇവിടെ പറയുന്നത് ഒരു സെറ്റിലാണ്. യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഒരു സെറ്റിലാണ് പറയുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ആർ ആർഗ്യൂയിങ് ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു ദ സെറ്റ്. അപ്പോൾ ഏതൊരു എപ്സിലോൺ തന്നാലും നമ്മൾ കണ്ടുപിടിക്കുന്ന ഡെൽറ്റ എയിലെ എല്ലാ എക്സിനും വൈക്കും ബാധകമാകണം. കണ്ടിന്യൂറ്റിയുടെ കേസിലാണെങ്കിൽ ഒരു എക്സ് നോട്ടിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടായിരുന്നു നമ്മളെ ഡെൽറ്റ കണ്ടുപിടിക്കുന്നത്. മറ്റേ യൂണിഫോം കണ്ടിന്യൂറ്റിക്ക് എല്ലാ എക്സിനും വഹിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, യൂണിഫോം കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് എ. അല്ലേ? യൂണിഫോം ഒരു ഫംഗ്ഷൻ ഒരു സെറ്റിൽ യൂണിഫോമിലി കണ്ടിന്യൂസ് ആണെങ്കിൽ ആ സെറ്റിലെ ഓരോ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ്. പക്ഷെ തിരിച്ച് ശരിയല്ല. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 1 ജി ഓഫ് എക്സ് ഈക്വൽ ടു x². ഇതിനെന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 1. ഇവിടുത്തെ സെറ്റ് എന്ന് എ എന്ന് പറയുന്നത് മൊത്തം 6 ആണ്, എൻ്റെ റിയൽ ലൈൻ. ഓക്കെ, അപ്പോൾ എപ്സിലോൺ എടുക്കുക. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമുക്ക് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കണം, പിന്നെ ഈ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് ആ കണ്ടീഷൻ എഴുതി നോക്കാം. എന്താ നമ്മളെ കണ്ടീഷൻ? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ. നമ്മൾ ഓൾറെഡി തന്നെ പലതവണ ഈ ഒരു ഐഡിയ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കണേ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് എന്താണോ അത് ആദ്യം ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ഡെൽറ്റ ചൂസ് ചെയ്യും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x + 1, എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് 3y + 1. ദിസ് ഈസ് സെയിം ആസ് മോഡ് 3x + 1 മൈനസ് 3y മൈനസ് 1. ഇതെന്തായിരിക്കും? 1 ക്യാൻസലായി 3 പുറത്തെടുക്കാം, മോഡ് x മൈനസ് y. അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്തെടുത്താൽ മതിയായിരിക്കും? ഡെൽറ്റ ഓൾറെഡി എൻ്റെ കയ്യിൽ എപ്സിലോൺ ഉണ്ട്. ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. കാരണം നോക്കൂ, ഇവിടെ എനിക്ക് എപ്സിലോൺ കിട്ടണമെങ്കിൽ ഈ മോഡ് x മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയാൽ മതി. മോഡ് x മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയാൽ മതി. ദെൻ ഫോർ മോഡ് x മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ x, y belongs to R. So what I will get? This is less than 3 into epsilon by 3. This is my delta, which is epsilon. So we are done. Okay, ഇതാണ് 3x + 1. Hence, f of x is equal to 3x + 1 is uniformly continuous on R. Uniformly continuous on R. Now what happens for f of x equal to x²? Sorry, g of x. G of x എന്ന notation കൊടുത്ത് g of x is equal to x². അവിടെയും let epsilon greater than 0. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് g of x minus g of y. For the case of g of x, let us examine what happens at a point. First let us examine and let c belongs to R. Okay, നമ്മൾ 3x + 1 ചെയ്തതും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു എളുപ്പ രീതിയിൽ ഞാൻ വേറൊരു മെത്തേഡ് കൂടി താഴെ പറയും. നിങ്ങൾ എക്സാമിന് അതായിരിക്കും ചെയ്യുക. പക്ഷെ എന്നാലും ഈ ഒരു തവണയെങ്കിലും ഇതും കൂടെ കണ്ടാലേ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. So g of x is x² c². This is same as mod x plus c into mod x minus c. നമ്മൾ ഓൾറെഡി ചെയ്തതാണോ, x² നമ്മൾ ചെയ്തതാണോ എന്നറിയില്ല. എനിവേ
ചെയ്താണെങ്കിൽ നമ്മൾ എക്സ് ക്യൂബ് ഒക്കെ ചെയ്തു എന്ന് തോന്നുന്നു, സെയിം ഐഡിയ തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ ചെയ്യാം. എനിക്ക് ഇതാണ് എന്ത് കിട്ടേണ്ടത്, ഇതാണ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടേണ്ടത്, ലെസ് ദാൻ എപ്സിലോൺ അല്ലേ. അപ്പോൾ ഇതാണല്ലോ എൻ്റെ മോഡ് എക്സ് മൈനസ് സി ആണ് ലെസ് ദാൻ ഡെൽറ്റ ആവേണ്ടത്. സോ വാട്ട് ഹാപ്പൻസ് ഫോർ മോഡ് എക്സ് മൈനസ് പ്ലസ് സി? സോ ലെറ്റ് I have to choose delta, then for x belongs to നമ്മളെ കണ്ടീഷൻ എന്താ, മോഡ് എക്സ് മൈനസ് സി അല്ലെ, മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. അതിനാണല്ലോ നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത്. ഫോർ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു വാട്ട്, സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ. അതുകൊണ്ട് തന്നെ മോഡ് എക്സ് പ്ലസ് സി എനിക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് എഴുതാം, എക്സിന്റെ മാക്സിമം വാല്യൂ സി പ്ലസ് ഡെൽറ്റ ആണ്. So it is system mod x plus mod c, which is less than mod x ന്റെ maximum value എന്താ, c plus delta അല്ലേ, c plus delta. So it is mod c plus delta plus mod c, which is equal to mod c plus delta. So എനിക്ക് ആർഗ്യൂ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് what I am choosing is delta is minimum of, ഞാൻ ഡെൽറ്റ ഒന്നിനെക്കാളും ചെറുതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മോഡ് സി പ്ലസ് 1, അതെനിക്ക് കിട്ടും അല്ലേ. ഇനി അപ്പോൾ എനിക്കിവിടെ ഈ മോഡ് എക്സ് മൈനസ് സി ഡെൽറ്റയെക്കാളും ചെറുതാവും. ഇനി മോഡ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ 2 മോഡ് സി പ്ലസ് 1നെക്കാളും ചെറുതാവും. അപ്പോൾ എനിക്കിവിടെ ആക്ച്വലി ഇതിന് പകരം ഈ മോഡ് എക്സ് പ്ലസ് സിക്ക് പകരം ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 2 മോഡ് സി പ്ലസ് 1. അപ്പോൾ അതിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, എപ്സിലോൺ ബൈ 2 മോഡ് സി പ്ലസ് 1 എന്നാവും. സോ therefore I will choose delta minimum of 1 and epsilon by 2 mod c plus 1. So therefore what happens to this? So mod g of x minus g of c, നമുക്കിപ്പോൾ കിട്ടിയത് എന്താ, that is mod x plus c into mod x minus c, which is less than mod x plus c ക്ക് മോഡ് 2 mod c plus 1 എന്ന് കൊടുക്കാം. മോഡ് x minus c എന്തിനേക്കാളും ചെറുതാ, എപ്സിലോൺ ബൈ 1നെക്കാളും ചെറുതാണ്, അതുപോലെ എപ്സിലോൺ ബൈ 2 mod c by 1നെക്കാളും ചെറുതാണ്. അപ്പോൾ എനിക്ക് ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് ഐ വിൽ ഗെറ്റ് ദിസ് ലെസ് ദാൻ എപ്സിലോൺ. സോ ദിസ് ഈസ് ദ ഐഡിയ ഫോർ എക്സ് സ്ക്വയർ. പക്ഷെ ഇവിടെ 3x പ്ലസ് 1ഉം 3x പ്ലസ് 1ന്റെ സ്റ്റെപ്പുകളും ഇതും തമ്മിലുള്ള വ്യത്യാസം, എൻ്റെ ഡെൽറ്റ നോക്കൂ, ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺ മൈ സി ഉണ്ടോ, സിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇൻ ദ സെക്കൻഡ് എക്സാമ്പിൾ delta depends on C. So G is not uniformly continuous on. ഇത് പക്ഷേ നമ്മൾ എക്സാമിന് ചെയ്യാൻ പോകുന്ന ഈ പ്രൂഫ് അല്ല, ഞാൻ കുറച്ചുകൂടെ എളുപ്പം പ്രൂഫ് പറയാം. ബട്ട് ദിസ് ഈസ് ദ ബേസിക് ഐഡിയ. എക്സ് സ്ക്വയർ യൂണിഫോം കണ്ടിന്യൂസ് അല്ലാതാകുന്നതും 3x പ്ലസ് 1 യൂണിഫോം കണ്ടിന്യൂസ് ആകുന്നതും റീസൺ ഓൾജിബ്രൈക്കലി ഇതാണ്. ഇനി ഇതിനൊരു ജോമെട്രിക്കൽ ആർഗ്യുമെന്റ് ഉണ്ട്, അത് ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ബട്ട് പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നത് പറയുന്നുണ്ടാവും. എനിവേ നൗ നമ്മുടെ ടൂള്, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മുടെ ടൂള് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എല്ലാത്തിലും പറഞ്ഞ പോലെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ആണ് എപ്പോഴും നമുക്ക് ഹാൻഡി ആയിട്ട് വരുന്നത്, യൂസ് ചെയ്യാൻ. അപ്പോൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിച്ച് സംഭവിക്കുന്നത്, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ fails to be uniformly continuous on A if and only if there exists epsilon naught greater than 0. ഈ എപ്സിലോൺ നോട്ട് എന്ന് വിളിക്കുന്നത് ഒരു ഫിക്സഡ് എപ്സിലോൺ ആണ്, ആർബിട്രറി സ്മാൾ എനി എപ്സിലോൺ അല്ല, സം എപ്സിലോൺ പോസിറ്റീവ്, ആൻഡ് ടു സീക്വൻസ് xn and yn in A satisfying mod xn minus yn converges to 0 but mod f of xn minus yn is greater than or equal to epsilon. Or in other words, it says that mod f of xn minus f of yn does not converges to 0 എന്ന് പറഞ്ഞാലും മതി. ആക്ച്വലി ഇത് യൂണിഫോം കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനും ഉപയോഗിക്കാം. അതായത്
mod xn minus yn converges to 0 implies mod f of xn minus f of yn converges to 0. Then f is uniformly continuous. This should be for any sequence. For any two sequence xn and yn in A. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. പുസ്തകത്തിൽ യൂണിഫോം കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നതെങ്കിലും ആണെന്ന് പ്രൂവ് ചെയ്യാനും യു ക്യാൻ യൂസ് ദിസ്. ഇതാണ് അതിന്റെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. അപ്പൊ നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് ഈ എക്സ് സ്ക്വയർ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. To prove g of x equal to x square is not uniformly continuous on R using sequential criteria. ഇത് കുറച്ച് ട്രിക്കിയുമാണ്, ബട്ട് എളുപ്പമാണെങ്കിൽ പോലും ട്രിക്കിയാണ്. ആ സീക്വൻസ് എന്തെടുക്കണമെന്ന് അനുസരിച്ചിരിക്കും. അത് പക്ഷെ കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ വാട്ട് ഐ ആം ചൂസിങ് ഈസ് ലെറ്റ് എക്സ് എൻ ഈസ് ദ സീക്വൻസ് എൻ പ്ലസ്, ഇത് യുണീക് സൊല്യൂഷൻ ഒന്നും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ സീക്വൻസ് ചൂസ് ചെയ്യാൻ പറ്റും. ഐഡിയ മനസ്സിലായ വൈ എൻ ഈക്വൽ ടു എൻ, ഇത് രണ്ട് സീക്വൻസ് ആണല്ലോ. ദെൻ വാട്ട് ഹാപ്പൻസ് ടു എക്സ് എൻ മൈനസ് വൈ എൻ, മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൈ എൻ. ഇതാണ് നമ്മളവിടെ സീക്വൻസ് ക്രൈറ്റീരിയയിൽ ആദ്യം വേണ്ട സാധനം അല്ലേ. മോഡ് എക്സ് എൻ മൈനസ് വൈ എൻ സീറോയിലേക്ക് പോകണം. മോഡ് എക്സ് എൻ മൈനസ് വൈ എൻ സീറോയിലേക്ക് പോകണം. ഇത് ഞാൻ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഈസ് എൻ പ്ലസ് 1/n മൈനസ് എൻ വിച്ച് ഈസ് 1/n അല്ലേ, വിച്ച് ടെൻസ് ടു 0. അപ്പോൾ ഫസ്റ്റ് കാര്യം കിട്ടി. നൗ വി വാണ്ട് ടു എസ്റ്റിമേറ്റ് ജി ഓഫ് എക്സ് എൻ മൈനസ് ജി ഓഫ് വൈ എൻ, ദാറ്റ് ഈസ് എൻ പ്ലസ് 1/n സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ, റൈറ്റ്? ദിസ് ഈസ് സെയിം ആസ് എൻ സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/n സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ. ഇതെന്താ വരിക? ദിസ് ഈസ് 2 പ്ലസ് 1/n സ്ക്വയർ വിച്ച് ടെൻസ് ടു 2. സോ ദാറ്റ് മീൻസ് മോഡ് ജി ഓഫ് എക്സ് എൻ മൈനസ് ജി ഓഫ് വൈ എൻ ഇത് പല രീതിയിൽ പറയാം കേട്ടോ. ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്ര പറഞ്ഞാലും മതി. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ഓൾ എൻ അല്ലേ എന്ന് പറഞ്ഞാലും മതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലെങ്കിൽ ഓർ യു ക്യാൻ സേ ദാറ്റ് മോഡ് ജി ഓഫ് എക്സ് എൻ മൈനസ് ജി ഓഫ് വൈ എൻ ഡസ് നോട്ട് കൺവെർജസ് ടു 0 എന്ന് പറഞ്ഞാലും മതി. ബോത്ത് ആർ കറക്റ്റ്. ഹെൻസ് ജി ഈസ് നോട്ട് uniformly continuous on R by the sequential criteria. By the sequential criteria. Okay. So ഇതാണ് g of x equal to x square ന്റെ പ്രൂഫ്. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ യൂസേജ് ആണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. പിന്നെ കഴിഞ്ഞ നിങ്ങളുടെ എക്സാമിന് ചോദിച്ചാൽ ഇതൊരു വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം കൂടെയാണ്. ഒരു പ്രോബ്ലം ഇതായിരുന്നു, h of x is equal to sin 1/x. sin 1/x എന്താണ്, കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഇൻ 0, 1 ബട്ട് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. sin 1/x ന്റെ ഗ്രാഫ് വരുന്നത് ഇതാണ്. sin 1/x ന്റെ ഗ്രാഫിന് സംഭവിക്കുന്നത് രണ്ട് സൈഡിലേക്കും പോകുമ്പോഴത്തേക്ക് 0ക്ക് അടുത്തേക്ക് വരുമ്പോൾ ഇതിന്റെ ഓസിലേഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നമുക്ക് കാണിക്കേണ്ടത് ഓപ്പൺ 0, 1 യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലെന്നാണ്. സോ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് ചെയ്ത പോലെ വി നീഡ് ടു ചൂസ് 2 sequences. So the sequences are, let xn equal to 1/n
pi by 2 plus 2n pi. എന്തുകൊണ്ട് ഈ സീക്വൻസ് എന്ന് ചോദിച്ചാൽ ഈ സീക്വൻസ് എടുത്താൽ വർക്ക് ചെയ്യും, അത്ര തന്നെ അതിന്റെ ആൻസർ ഉള്ളൂ. അത് 2-3 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. yn is equal to 1 by 3 pi by 2 plus 2n pi. Then what happens to, then mod xn minus yn is same as n tending to infinity പോകുമ്പോൾ xn ഉം 0യിലേക്ക് പോകും, yn ഉം 0യിലേക്ക് പോകും അല്ലേ. n tending to infinity പോകുമ്പോൾ ഇതും 0യിലേക്ക് പോകും, ഡിനോമിനേറ്റർ വലുതായി പോകും, അതുകൊണ്ട് ഇതും 0യിലേക്ക് പോകും. അതുകൊണ്ട് ഒബ്വിയസ്ലി mod xn minus yn എന്ത് ചെയ്യും, 0യിലേക്ക് പോകും. Now if you calculate h of xn minus h of yn, then that is sin 1 by x അല്ലേ. അപ്പോൾ sin 1 by xn minus sin 1 by yn. sin 1 by xn എന്താവും, sin 1 by xn is sin pi by 2 plus 2n pi, right, minus sin 3 pi by 2 plus 2n pi. sin pi by 2 2n pi plus theta എന്ന് പറയുന്നത് sin pi by 2 തന്നെ, minus sin 3 pi by 2. sin pi by 2 1 ആണ്, sin 3 pi by 2 minus 1 ആണ്, so it is 2. So that means mod h of xn minus h of yn is always greater than or equal to 2, or you can say that mod h of xn minus h of yn does not converge to 0. Hence, by sequential criteria, h of x is equal to sin 1 by x is not uniformly continuous on 0 1. So this is the idea. Okay. ഒരു തവണയും കൂടെ കേട്ട് നോക്കുക എൻ്റെ പ്രൂഫ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. കണ്ടിന്യൂറ്റി ഈസ് discussed at a single point. Uniform continuity is always in reference to a particular domain. Now, interesting fact is that if you consider the function g of x equal to x square on a closed and bounded interval, closed minus 10 10, അതൊരു എക്സാമ്പിൾ മാത്രമാണ്, it will work for any closed and bounded interval, then it is uniformly continuous. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത് എന്താണ്, എല്ലാ മൊത്തം ആറിൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല, പക്ഷേ if you take the closed and bounded interval, then it is uniformly continuous. Why it is so? It is easy because നമ്മൾ അവിടെ ചെയ്ത ബൗണ്ട് എന്തായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാവുന്നുള്ളൂ. നമ്മൾ അവിടെ ചെയ്തപ്പോൾ മോഡ് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇറ്റ് ഈസ് മോഡ് എക്സ് പ്ലസ് y into mod x minus y അല്ലെ. ഇവിടെ എൻ്റെ എക്സും വൈയും ഞാൻ എടുക്കുന്നത് -10നും 10നും ഇടയ്ക്കാണ്. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ, ഇങ്ങനെ എഴുതിക്കൂടെ. സോ ദിസ് ഈസ് മോഡ് എക്സ് 10നെക്കാളും ചെറുതാ, മോഡ് വൈയും 10നെക്കാളും ചെറുതാ, സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod x മൈനസ്. അപ്പോൾ ഡെൽറ്റ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും, ചൂസ് ഡെൽറ്റ ഈസ്, എനിക്ക് ഇതല്ലേ എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ കിട്ടേണ്ടത്. അപ്പോൾ ഡെൽറ്റ എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ യു ക്യാൻ ചൂസ് എനി നമ്പർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 20 അല്ലേ. ചൂസ് ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ ബൈ 20. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും, സോ ദിസ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ 20 into epsilon by 20 which is equal to epsilon. So done. So ഇതാണ്. അപ്പോൾ g of x equal to x square എന്ന് പറയുന്നത്
Closed and bounded interval continuous ആണ്. So the fact is that a function continues on a compact set. Compact set എന്ന് പറഞ്ഞാൽ closed and bounded set in R is uniformly continuous. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം ആണ്. ഹെൽംഹോൾട്ട്സ് പ്രോപ്പർട്ടി എന്നോ അല്ലെങ്കിൽ അല്ല ഹെൽംഹോൾട്ട്സ് പ്രോപ്പർട്ടി അല്ല. അപ്പോൾ ഇതിന്റെ പ്രൂഫ് ഞാൻ പറയണില്ല, പ്രൂഫ് നിങ്ങൾ പഠിക്കണമെന്നില്ല, അതൊന്ന് പ്രൂഫ് ഒഴിവാക്കാം. ബട്ട് എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ. ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണെങ്കിൽ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി യൂണിഫോംലി കണ്ടിന്യൂസ്. നിങ്ങൾക്ക് വേറൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിലും ഒക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ലിപ്ചിസ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ഐഡിയ. ഓക്കെ, so here I may use some information from the differential calculus. Okay, let us see. So what is the definition? A function f from a to r is called Lipschitz if there exists a bound m greater than 0 such that modulus of f of x minus f of y less than or is equal to m into mod x minus y for all xy belongs to a. Okay, so this is the definition of Lipschitz continuous function. In other words, ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, or you consider the quotient mod f of x minus f of y by x minus y. ഇത് ബൗണ്ടഡ് ആകും, ആ കോഷ്യന്റ് ബൗണ്ടഡ് ആയാലും മതി. ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു വൈയിൽ അതെന്തായാലും ബൗണ്ടഡ് ആവില്ല, ബട്ട് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു വൈയിൽ ആ കോഷ്യന്റ് ബൗണ്ടഡ് ആയാലും മതി. So our question is, show that if f from a to r is Lipschitz, then it is uniformly continuous on A. The solution is simple. A part in the, suppose f is Lipschitz on A. Let epsilon greater than 0. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് എന്താ? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ. ഇത് ഓൾറെഡി നമ്മളെ കയ്യിൽ ഒരു കണ്ടീഷൻ കിടപ്പുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമ്മൾ പല എക്സാമ്പിൾസും ഇപ്പൊ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. We have to get this less than epsilon. So what should be the choice of delta? Choose delta less than epsilon by capital M, right? Then for x comma y belongs to A and mod x minus y less than delta, what we will get? From here we will get this is less than m into epsilon by m, which is equal to epsilon. And we are done. So hence f is, so f is uniformly continuous on A. Okay, so that is the A part. Now the B part is give an example of a Lipschitz continuous function. You can have the trivial examples. നമ്മൾ നേരത്തെ പറഞ്ഞ 3x+1 തന്നെ ഒരു എക്സാമ്പിൾ ആണ്, Lipschitz ആണ് മൊത്തം ആറിൽ. 3x+1ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ f of x 3x+1 minus 3y+1 എന്തായിരുന്നു വന്ന്? It is same as 3 into mod x minus 1 അല്ലേ? So f of x equal to 3x+1 is Lipschitz on R. I will tell you another interesting example. പക്ഷെ അവിടെ ഞാൻ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. So consider h of x is equal to sin x on any interval AB. Okay, my aim is to show that h is Lipschitz on I.
So what can you say about this quotient? Divided by x minus y എന്നുള്ളത് മാറ്റി എഴുതി കഴിഞ്ഞാൽ this is sin x minus sin y. This is equal to, can you use some result from differential calculus? Mean value theorem പറയുന്നത് എന്താ? There exists C belongs to open interval AB with എന്താ? Sin x minus sin y is equal to derivative അല്ലേ? d by dx of sin x at C into x minus y. ഇതല്ലേ mean value theorem പറയുന്നത്. So by mean value theorem I can write it as mod sin derivative of sin. Derivative of sin എന്താ? cos x. അപ്പോൾ cos x at C എന്ന് പറയുമ്പോൾ cos C. So this is equal to cos C into mod x minus, or some C belongs to open interval AB. So this is less than or equal to mod x minus y. So that means the quotient h of x minus h of y by x minus y is less than or equal to, for all x comma y belongs to I. ഇൻഫാക്ട് ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അതൊന്നും നമ്മൾ ആലോചിച്ചോളൂ. ഞാനിപ്പോൾ ഇതിപ്പോൾ ആലോചിച്ച് പറഞ്ഞതായതുകൊണ്ട് actually I have to choose C from xy അല്ലെ, ഓപ്പൺ ഇന്റർവൽ x. I assume that x is less than y. X is less than y. Then I have to choose C from xy, not from AB. So I think we need not take interval on R. In fact, on R. Now I will correct this. For any x comma y belongs to R with the x less than y, we have this. Is it correct? I think so. So therefore, h of x is equal to sin x is Lipschitz on. അതുകൊണ്ട് തന്നെ f of x equal to sin x is uniformly. So that implies h of x equal to sin x is uniformly continuous on R. ഇതൊരു ഡൈവേർഷൻ ആയിരുന്നു ഈ ഒരു എക്സാമ്പിൾ. So what was the third example? Are all uniformly continuous functions necessarily Lipschitz? In fact, the answer is no. I do not have an example right now, so I will tell you. Just think about it. I will tell you an example later. So this is an exercise question, I suppose. Show that f of x equal to x cube is continuous on all of R using sequential criteria. Show that f of x equal to x cube is not uniformly continuous on R. Show that f is uniformly continuous on any bounded set in R. So already ഞാൻ x സ്ക്വയറിന് ചെയ്ത അതേ ആൾമോസ്റ്റ് സിമിലർ ഐഡിയ തന്നെ ഇതിനും വർക്ക് ചെയ്യേണ്ടതാണ്. So how to show that f of x equal to x cube is continuous on all R? Solution. Let epsilon greater than 0. ഈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിച്ചാലും മതി അല്ലേ? ഇവിടെ എടുത്ത് എപ്സിലോൺ ഡെൽറ്റ ഉപയോഗിക്കണമെന്ന് പറയണില്ലല്ലോ. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിച്ചാലും മതി.
xn sequence criteria എന്താ? Let xn is a sequence in R. I have to start with a point. Continuous അല്ലേ കാണിക്കണ്ടേ? Let C belongs to R and xn is a sequence in R converging to C. നമുക്ക് എന്താ കാണിക്കേണ്ടത്? We have to show that f of xn converges to f of C. Now what is f of xn? f of xn എന്ന് പറഞ്ഞാൽ xn cube അല്ലേ? സീക്വൻസിന്റെ ഓൾജിബ്ര അനുസരിച്ച് xn cube converges to C cube. Which is f of C. Done. അത്ര മതി. ഓൾറെഡി സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഓൾജിബ്ര ഓഫ് സീക്വൻസസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രോഡക്റ്റ് ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യുമെങ്കിൽ അതിന്റെ രണ്ട് പ്രൊഡക്റ്റ് എടുത്താൽ അതും കൺവെർജ് ചെയ്യും. അപ്പൊ ഇവിടെ xn കൺവെർജ് ചെയ്യുമെങ്കിൽ xn into xn കൺവെർജ് ചെയ്യും, xn into xn into xn കൺവെർജ് ചെയ്യും. അപ്പൊ അത് C ക്യൂബിലേക്ക് കൺവെർജ് ചെയ്യും. വിച്ച് ഈസ് എസെൻഷ്യലി അവർ f of C. So hence f of x is equal to x cube is continuous at C. C എന്ന് പറയുന്ന arbitrary point. C element of R was arbitrary. F of x equal to x cube is continuous on R. Now B part. Use the sequential criteria to show that f of x equal to x cube is not uniformly continuous on R. X squared, actually I never thought of the solution. You have to think with me. What is the solution? X square ചെയ്ത അതേ കാര്യം നമുക്ക് ഇമിറ്റേറ്റ് ചെയ്താലോ? എക്സ് സ്ക്വയറിന് എടുത്ത സെയിം സീക്വൻസ് തന്നെ എടുത്താലോ? n plus 1 by n. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അത് എന്തായാലും സീറോയിലേക്ക് പോകും ഡിഫറൻസ് എടുത്താൽ. n എന്തായാലും mod xn minus yn converges to 0. So what happens to mod f of xn minus mod f of xn minus f of yn? N plus 1 by n cube. I don't know whether it will work, but yeah. Cube, cube n cube. It is equal to mod n cube 3n square into 1 by n. I don't think it will work because 3n into 1 by n square, that is fine. Then 1 by n cube, that's also fine, and minus n cube. But the problem is that anyway, yeah, I think it's fine. So this is n cube get cancelled. So what I am getting is 3n plus 3 by n plus n cube. ഇത് എന്തായാലും സീറോയിലേക്ക് പോവില്ലല്ലോ അല്ലേ? This is obviously greater than or equal to n-ന്റെ വാല്യൂ 1 2 3 എന്നല്ലേ തുടങ്ങുന്നത്. ഞാൻ n-ന് 1 കൊടുക്കുന്നതിനേക്കാളും എന്തായാലും വലുതായിരിക്കുമല്ലോ. കാരണം ഇവിടെ നോക്കൂ, ഇത് 3n ആണ്. 3n എന്ന് പറയുന്നത് n-ന് 1 കൊടുക്കുമ്പോൾ 3a ആവുന്നുള്ളൂ. എന്തായാലും 3യേക്കാളും വലുതാണല്ലോ അല്ലേ? 3. അല്ലെങ്കിൽ does not converge to 0. ഇവിടെ അതിനേക്കാളും കുറച്ചുകൂടെ കറക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 4 all n. So by the sequential criteria for uniform continuity, it is not uniform continuous, not uniformly continuous on. So what is the third question? Show that f is uniformly continuous on any bounded set in R. Actually, that should be easy. Same as that of C. Okay. So what I have to do? Yeah. You find the difference. This is x cube minus y cube. Okay. This is mod x minus y into mod x square plus xy plus y square. Right? Now for x comma y belongs to, and then kind of on any bounded set in R, A, where A is a
bounded set in R. Bounded set in the പ്രത്യേകത എന്താ? By the way, bounded set ആണെങ്കിൽ there exists m greater than 0 such that modulus of x less than or equal to m for all x belongs to A. എയിലെ എല്ലാ എലിമെന്റ്സിന്റെ മോഡുലസ് ഒരു എമ്മിനെക്കാളും ചെറുതായിരിക്കും. അപ്പൊ എനിക്കിതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സാധനത്തിന് എം സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എം സ്ക്വയർ അല്ല 3m സ്ക്വയർ. കാരണം ഈ എക്സ് സ്ക്വയർ എം സ്ക്വയറിനെക്കാളും ചെറുതാ, എക്സ് വൈയിൽ എക്സ് എമ്മിനെക്കാളും ചെറുതാ, വൈ ഒന്നിനെക്കാളും ചെറുതാ, വൈ സ്ക്വയർ എം സ്ക്വയറിനെക്കാളും ചെറുതാ. ഇൻറ്റു മോഡ് എക്സ് മൈനസ് വൈ എന്ന് എഴുതിക്കൂടെ. സോ ദിസ് ഈസ് 3m സ്ക്വയർ മോഡ് എക്സ് മൈനസ് വൈ. ഇതാണ് എനിക്ക് ലെസ് ദാൻ എപ്സിലോൺ കിട്ടേണ്ടത്. അപ്പോൾ എന്താ എടുക്കേണ്ടത്? ചൂസ് ഡെൽറ്റ ലെസ് ദാൻ epsilon by 3m square. Then for mod x minus y less than delta, we will get this is less than 3m square into epsilon by 3m square, which is epsilon. So done. Hence, f of x equal to x cube is uniformly continuous on any bounded subset of R. ഇത് ഓൾറെഡി ഞാൻ ഒരു തിയറം പറഞ്ഞു. ഇതിപ്പോ തിയറം ഉപയോഗിക്കാതെ ചെയ്യാനാ. തിയറം ഉപയോഗിക്കുകയാണെങ്കിൽ ഒറ്റ സെന്റൻസേ ഉള്ളൂ. ബൈ ദ തിയറം സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എനി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. ഓക്കെ, ഇവിടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലെറ്റ് മീ ക്ലാരിഫൈ. ഇവിടെ ക്ലോസ്ഡ് തന്നിട്ടില്ല, ബൗണ്ടഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ബൗണ്ടഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ആ തിയറം ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ തന്നെ എനിക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ വായിച്ചിട്ട് തനിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അതുപോലെ മാത്തമെറ്റിക്സുകാരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണല്ലോ, അതിലേതെങ്കിലും എടുത്ത് ചെയ്തു നോക്കുക. പിന്നെ ഓക്കെ, so അടുത്ത question is f of x equal to 1 by x uniformly continuous on 0 1. Open interval 0 1. So solution, the answer is no. This is also a famous example. 1 by x തന്നെ സംഭവിക്കുന്നത് എന്തായി? 1 by x 0ലേക്ക് പോകുമ്പോൾ അതിങ്ങനെ ഒത്തിരി വലുതായിട്ട് കിട്ടും. ഗ്രാഫിക്കലി യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ വേരിയേഷൻ, എക്സ് വേരിയേഷൻ വൈ വേരിയേഷനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യത്തില്ല. അതാണ് എൻ്റെ ഒരു ജോമെട്രിക്കൽ ഐഡിയ. പക്ഷെ ഇവിടെ 1 by എക്സിന് 0ക്ക് അടുത്തേക്ക് വരുമ്പോൾ എക്സിന്റെ ചെറിയ വേരിയേഷൻ പോലും ഈ ഗ്രാഫിനെ ഒരുപാട് അങ്ങ് മുകളിൽ കൊണ്ടുപോകും. അതല്ല, ബ്ലോ അപ്പ് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്ക് ബ്ലോ അപ്പ് ചെയ്യും. എക്സ് 0ലേക്ക് പോകുമ്പോൾ അതിന്റെ ഗ്രാഫ് ഇൻഫിനിറ്റിയിലേക്ക് ബ്ലോ അപ്പ് ചെയ്യും. സോ അതുകൊണ്ട് ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. ഇവിടെയും എനിക്ക് തോന്നുന്നു ഐ ക്യാൻ കൺസിഡർ ദ ഫോളോയിങ് സീക്വൻസ്: xn ഈക്വൽ ടു 1 + 1 by n, or even you can take 1 - 1 by n. എനിക്ക് 0 ഓപ്പൺ 0 ഇന്റർവെല്ലിന് അകത്തേക്കണമല്ലോ, അപ്പോൾ 1 - 1 by n എന്ന് എടുക്കാം. yn എന്ന് പറയുന്നത് 1 by n എടുക്കാം. yn എന്ന് പറയുന്നത് yn എന്ന് പറയുന്നത് ഇതല്ല. You can take 1 + 1 by n plus 1 ഉം yn എന്ന് പറയുന്ന 1 by n. ഇത് രണ്ടും xn and yn are sequences in open interval 0. Now what happens to xn minus yn? xn ഉം 0ലേക്ക് പോകുന്നു, yn ഉം 0ലേക്ക് പോകുന്നു. അപ്പോൾ അത് mod xn minus yn converges to 0. Now what happens to mod f of xn minus f of yn? f of xn എന്ന് പറഞ്ഞാൽ 1 by n plus 1, that is n plus 1. 1 by n means n, so difference is 1. So that means mod f of xn minus mod f of yn does not converge to 0. Hence, f of x equal to 1 by x is not
യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ 0 ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്നെ വിളിച്ച് ഒന്ന് ചോദിച്ചാൽ മതി. Now the next important fact is intermediate value property. Intermediate value theorem for continuous functions. So continuous function is വളരെ important ആയിട്ടുള്ള ഒരു പ്രത്യേകത. So the statement is that f from closed AB to R be continuous if L is a real number satisfying L is between f of a and f of b. രണ്ട് രീതിയിൽ വേണമെങ്കിലും വരാം. എഫ് ഓഫ് എ എൽ എഫ് ഓഫ് എക്കാളും വലുതും എഫ് ഓഫ് ബി യെക്കാളും ചെറുതും ആകാം, അല്ലെങ്കിൽ എൽ എഫ് ഓഫ് എക്കാളും ചെറുതും എഫ് ഓഫ് ബി യെക്കാളും വലുതും ആകാം. Then there exists a point C belongs to open interval AB where f of C is equal to L. So graphically സംഭവിക്കുന്നത്, so suppose this is the graph of a continuous function. Now you consider any 2 points. Suppose this is f of A and this is f of B. Now suppose you are considering a point in between. ഇവിടുന്ന് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം this is f of B, this is f of A. Now you choose any point in between L. Then you can have a point on the graph. This will be C and this is f of C. So f of C is geometrically ഇത് സെൽഫ് എവിഡന്റ് ആണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അതിൻ്റെ മനസ്സിലാക്കാൻ. But it has a proof. You can avoid the proof. You just understand the statement. Okay, this is the intermediate value property. I think proof നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നു. നോക്കണം പ്രൂഫ് ഇൻക്ലൂഡഡ് ആണോ ഇല്ലെന്നാ തോന്നുന്നത്. ജസ്റ്റ് സ്റ്റഡി ദ സ്റ്റേറ്റ്മെന്റ്. ആ ജോമെട്രിക്കലായിട്ട് ആലോചിച്ച് വെച്ചാൽ മതി. This is another question. I think last examination ഇത് ചോദിച്ചിരുന്നു തോന്നുന്നു. Let f be a continuous function on the closed interval 0, 1. The range also contained in closed interval 0, 1. Prove that f must have a fixed point. Fixed point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of x x തന്നെ ആവുന്ന പോയിന്റ്. ഈ ഫിക്സഡ് പോയിന്റ് ജോമെട്രിക്കലി സംഭവിക്കുന്നത് ഇതാണ്. ഒരു ഫംഗ്ഷന്റെ ഫിക്സ് എക്സും വൈയും ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാഫ് എന്താ പറയുക? y ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫ് അല്ലേ? y ഈക്വൽ ടു എക്സ്. ഇതാണ് y ഈസ് ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫ്. ഒരു ഗ്രാഫിന്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിന് അല്ലെങ്കിൽ ഫംഗ്ഷന് ഫിക്സഡ് പോയിന്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഗ്രാഫ് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഈ y ഈക്വൽ ടു എക്സിനെ കട്ട് ചെയ്യും. ഇതെല്ലാം അതിന്റെ ഫിക്സഡ് പോയിന്റ്. എക്സ് വാല്യൂം y വാല്യൂം ഈക്വൽ ആണ്. ഓക്കെ, അപ്പം ഈ തിയറം പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം പറയുന്നത് 0, 1 നിന്ന് 0, 1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചാൽ, ഓൾറെഡി y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാൻ നോക്കിയാൽ 0-ൽ ഇവിടെ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ വരച്ച് പോയിട്ട് 1-ലൊരു ഇമേജ് വേണമല്ലോ അല്ലെ? 1ന്റെ ഇമേജ് വരണമെങ്കിൽ ഇവിടെയെങ്കിലും വന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഹിയർ ആൻഡ് യു ക്യാൻ എൻഡ് അപ്പ് ഹിയർ. അപ്പം എങ്ങനെ പോയാലും അത് ഈ y ഈക്വൽ ടു എക്സിനെ ക്രോസ് ചെയ്താലേ പറ്റുള്ളൂ. നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, അങ്ങനെ ക്രോസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഗ്രാഫ്, കണ്ടിന്യൂസ് ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഗ്രാഫ് ഞാൻ റെഡ് വരച്ചിരിക്കുന്ന അതിന്റെ ഗ്രാഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഓൾറെഡി ഫിക്സഡ് പോയിന്റ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കും. പക്ഷെ അപ്പോൾ ഓൾറെഡി ഒരു ഫിക്സഡ് പോയിന്റ് ആയി. എഫ് ഓഫ് 0 എന്താ? 0, അത് ഫിക്സഡ് പോയിന്റ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വല്ലതും സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ അവസാനിക്കാം. പക്ഷെ എന്നാലും എന്താ ഒരു പോയിന്റ് ആയി. എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആയി. അപ്പൊ എന്തായാലും ഒരു ഫിക്സഡ് പോയിന്റ് അതിനകത്ത് ഉണ്ടായേ പറ്റും.
proof is the immediate application of intermediate value theorem for continuous function. Okay, so the idea is, it's a typical idea. Consider the function g of x is equal to f of x minus x. ഒരു typical idea ആണ്. Then so we know that f is a function from 0 1 to 0 1 അല്ലേ, and continuous. So f of x എല്ലാം 0യേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും, അതുപോലെ 1നേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. Right? Now what happens to g of 0? G of 0 is f of 0 minus 0. എന്തായാലും is എന്താണ് greater than or equal to 0, right? Now what happens to g of 1? It is f of 1 minus 1. നമ്മൾ ഈ കണ്ടീഷൻ നോക്കൂ. ഈ കണ്ടീഷനിൽ നിന്ന് എനിക്ക് എന്താ കിട്ടുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എന്താ കിട്ടുന്നത്? ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? ഈ കണ്ടീഷൻ നോക്കിയാണ് 0 less than or equal to f of 0 less than or equal to 1, 0 less than or equal to f of 1 less than or equal to 1. അപ്പോൾ എനിക്ക് f of 1 minus 1 less than or equal to 0. So what we are getting is g of 0 greater than or equal to 0. 0 is greater than or equal to g of 1. Since g is continuous, ഇവിടെ തന്നെ clearly g is continuous on 0 1. Why? Algebra of continuity. F continuous ആണ്, x continuous ആണ്, therefore f of x minus x continuous ആണ്. Since g is continuous, by intermediate value theorem, there exists a fixed point x belongs to open 0 1 for g. അല്ലേ? ജിക്ക് ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും. That means that is g of x is equal to x. But what is g of x? G of x is f of x minus x. G of x is sorry, I'm sorry. I'm really sorry. അതിലേക്ക് എത്തിയില്ല. There exists x belongs to open interval 0 1 with g of x is 0. അതല്ലേ intermediate value property. So that means g of x is equal to 0 means what? G of x is f of x minus x is 0. Right? So that implies f of x is equal to x. And that completes the proof. അപ്പോൾ f of x ന്റെ f ന്റെ ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി g of x equal to f of x minus x എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, so one more exercise question. Is a function having intermediate value property on an interval? Okay, anyway, ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഹിയർ ഐ ഹാവ് ഇൻക്ലൂഡഡ് 2 more examples, but yeah, നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് പ്രോബ്ലംസും കൂടെ ഞാൻ ആഡ് ചെയ്യാം, ഇൻക്ലൂഡിങ് സം പ്രോബ്ലംസ് ഫ്രം ദ അതർ മോഡ്യൂൾസ് പോസിബിൾ. ഓക്കെ.